എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. മൈദയോ മുട്ടയോ ബേക്കിംഗ് സോഡയോ ഓവനോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ബിസ്ക്കറ്റ് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml ആണ്. അതിൽ 2 കപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേർത്ത റവ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഥവാ തടിച്ച റവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ക്ക് പകരം നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എണ്ണ ഉപയോഗിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നെയ്യ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു ബിസ്ക്കറ്റ് നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ അതാ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തുന്ന രീതിക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുത്ത് ഇത് മിക്സ് ചെയ്തെടുത്തോളൂ. ഈ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ആ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താനും അതുപോലെ തന്നെ ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും സഹായിക്കും. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ച് അമർത്തുമ്പോൾ അത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ആ ഒരു പാകത്തിനാണ് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അലിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇളക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാര അലിയിച്ചെടുക്കുന്നില്ല നമ്മൾ. കുറച്ചും കൂടെ കനം കൂടിയ പഞ്ചസാരയാണെങ്കിൽ ഒന്നും കൂടെ രുചിയും അതുപോലെ തന്നെ പുറമേ പഞ്ചസാര കാണാനും കിട്ടും. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ വെള്ളം കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മുഴുവനായിട്ടും തന്നെ ആവശ്യമായിട്ട് വരും. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ചായി ചേർത്ത് ഞാനിതാ ഈ ഒരു രീതിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് കൂട്ടുണ്ടാക്കുക. ഈ കൂട്ട് നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിക്ക് തന്നെ മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു കൂട്ട് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉരുളകളാക്കി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്ത് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതാക്കിയെടുക്കാവുന്നതാണ്. കനം ഒരുപാട് കുറക്കണ്ട. കാരണം എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു രീതിക്ക് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി എണ്ണ നേരത്തെ ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ മീഡിയം ചൂടായിരിക്കുമ്പോൾ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടായിട്ടുള്ള എണ്ണയിലേക്കല്ല, മീഡിയം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് അനക്കാൻ നിൽക്കരുത്. കാരണം ഇത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ അനക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക. അനക്കാതെ അവിടെ വയ്ക്കുക. ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മുഴുവനായിട്ടും കുക്ക് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലാണ്. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നോക്കൂ, അതിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോഴും സൂക്ഷിച്ച് മറിച്ചിടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം തന്നെ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്തൊരു ഭാഗം കൂടെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത് വരെ വീണ്ടും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതിൻ്റെ ചൂട് ആറി വരുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊടിയും വളരെ കുറച്ച് ചേരുവകളും ഉപയോഗിച്ച് തയ്യാറാക്കി എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിലാണ് ഉണ്ടാകുക. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറേ കാലത്തോളം നമുക്കിത് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ബിസ്ക്കറ്റ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.